ഈ സർക്കാർ തുടരുമെന്നും 4ാം വാർഷികാഘോഷത്തിന് അലയടിച്ചെത്തുന്ന ജനസാഗരം അതിന് തെളിവാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിനെ ഭിന്നിപ്പിക്കുന്ന ശക്തികളെ അവഗണിച്ച് ജനങ്ങൾ ഒറ്റക്കെട്ടായി സർക്കാരിനൊപ്പം നിൽക്കുകയാണെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നാടിനായി നിൽക്കേണ്ടവർ പലരും നമുക്കെതിരെ നിന്നു. വർഗീയ ശക്തികൾ ഭിന്നതകൾ സൃഷ്ടിച്ച് ദുർബലപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ ഓരോ ആപൽഘട്ടങ്ങളെയും ജനകീയ ജനാധിപത്യത്തിന്റെ മഹാമാതൃകകൾ ഉയർത്തിക്കാട്ടി ജനങ്ങളും സർക്കാരും ഒന്നിച്ചു നിന്നു നേരിട്ടുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 4 വർഷങ്ങൾ പൂർത്തിയാകുകയാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ തുടർച്ചയാണ് ഈ സർക്കാർ എന്നത് കണക്കിലെടുക്കുമ്പോൾ വികസനത്തിന്റെയും സാമൂഹ്യ പുരോഗതിയുടെയും നവയുഗം 10ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണെന്നും പറയാം. 2016-ൽ അധികാരമേൽക്കുമ്പോൾ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി നിറവേറ്റാൻ സാധിക്കുന്ന അഭിമാനത്തോടെയും ചാരിതാർത്ഥ്യത്തോടെയുമാണ് ഈ വർഷത്തെ എതിരേൽക്കുന്നത്. അസാധ്യമെന്ന് കരുതി എഴുതിത്തള്ളി വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുകയും വീടും ഭൂമിയും ഭക്ഷണവും ജനജീവിതത്തിന്റെ ഓരോ തലത്തിലും ക്ഷേമം ഉറപ്പുവരുത്തിയിട്ടുമാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. വർഗീയ ശക്തികൾ ഭിന്നതകൾ സൃഷ്ടിച്ച് ദുർബലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിപുലമായ ആഘോഷ പരിപാടികളാണ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. ഏപ്രിൽ 21-ന് തുടങ്ങിയ ജില്ലാതല വാർഷികാഘോഷം മെയ് 30 വരെ വിപുലമായ പരിപാടികളോടെ നടക്കും. വിഴിഞ്ഞം തുറമുഖവും റോഡുകളുടെ നവീകരണവും വികസന നേട്ടവുമായി ഉയർത്തുന്ന സർക്കാർ വീണ്ടും ഒരു ഭരണ തുടർച്ചയിലേക്കുള്ള ശ്രമത്തിലാണ്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തുവരുന്ന സർക്കാർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെൻഷൻ തുക കൂട്ടാനും ഒരുങ്ങുകയാണ്.